ഗാലറിയിലെ VIP റൂമിന്റെ ശീതളിമേലിരുന്ന ശതകോടീശ്വരൻ പാർക്ക് ജിൻഡാൽ എല്ലാം മറന്നൊരു ആരാധകനെ പോലെ അലറി വിളിച്ചതിൽ എല്ലാമുണ്ട്. പ്ലേ ഓഫ് പ്രതീക്ഷകളുടെ നൂൽപ്പാലത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന അയാളുടെ ടീമായ ഡൽഹി ക്യാപിറ്റൽസിന് മുന്നോട്ട് പോകാൻ വിജയം അനിവാര്യമായിരുന്നു. പക്ഷേ അതിനു മുന്നിലൊരാൾ ഹെർക്കുലീസിനെ പോലെ വട്ടമിട്ട് നിൽക്കുന്നു. സഞ്ജു സാംസൺ. തോറ്റുപോയെങ്കിലും അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിന്നും അയാൾ മടങ്ങിയത് IPLലെ തൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നുമായാണ്. പൊതുവെ സീസണിൽ ഏറ്റവും നന്നായി പന്തെറിയുന്ന രാജസ്ഥാൻ ബൗളർമാരെ തരിപ്പണമാക്കി ഡൽഹി കുറിച്ചത് 221 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ സ്കോർ 4-ലെത്തുമ്പോൾ യശസ്വി ജയ്സ്വാൾ മടങ്ങുന്നു. ക്യാപ്റ്റൻ സഞ്ജു ക്രീസിലേക്ക്. KL രാഹുലും ശുഭ്മാൻ ഗില്ലും പുറത്തിരിക്കുന്ന 2020 ലോകകപ്പ് ടീമിൽ IPL ഫോമിൻ്റെ പേരിൽ സഞ്ജു ഇടം പിടിച്ചത് രസിക്കാത്തവർ ഇനിയുമുണ്ട്. ലോകകപ്പ് ടീം പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള മത്സരത്തിൽ പുറത്തായത് 0-ന്. സ്റ്റെമ്പിന് പിന്നിൽ എതിർ ടീമിൻ്റെ വിക്കറ്റ് കാക്കുന്നത് എക്കാലത്തും തൻ്റെ അദൃശ്യ എതിരാളിയായിരുന്ന ഋഷഭ് പന്താണ്. ലോകകപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ച രണ്ടുപേരും നേർക്കുനേർ വരുന്ന മത്സരത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും സമ്മർദ്ദമുണ്ടാക്കുന്ന മത്സരത്തെ അയാളൊരു അവസരമാക്കി. അപ്പുറത്തുള്ള ജോസ് ബട്ട്ലറെയും റിയാൻ പരാഗിനെയും സാക്ഷിയാക്കി അയാൾ രാജസ്ഥാനെ എടുത്തുയർത്തുകയായിരുന്നു. ഖലീൽ അഹമ്മദ്, ഇഷാന്ത് ശർമ്മ, മുകേഷ് കുമാർ, റാസിഖ് എന്നീ 4 പേസർമാരും അയാളുടെ പ്രഹരശേഷി ശരിക്കും അറിഞ്ഞു. ഹിറ്റിംഗ് സ്ലോട്ടിൽ വീണ് കിട്ടിയ ഒരു പന്തിനെയും അയാൾ വെറുതെ വിട്ടില്ല. തലോടി വിട്ടാൽ റൺസ് അധികം എത്തുകയില്ലെന്ന് കണ്ട് പവർ ജനറേറ്റ് ചെയ്തുള്ള ഷോട്ടുകളാണ് അയാൾ തൊടുത്തത്. 8 ബൗണ്ടറികളും 6 സിക്സറുകളുമാണ് ആ ബാറ്റിൻ്റെ ചുടുചുംബനങ്ങളേറ്റ് പൊളഞ്ഞുപോയത്. ഖലീൽ അഹമ്മദിൻ്റെ ഒരു പെർഫെക്റ്റ് യോർക്കർ പോലും ബൗണ്ടറി കടന്നുപോയത് സഞ്ജുവിൻ്റെ ക്ലാസ് വ്യക്തമാക്കുന്നു. ഒടുവിൽ വിജയത്തിലേക്ക് തേരുതെളിക്കുകയാണെന്ന് തോന്നിപ്പിക്കവേ കർണനെപ്പോൾ 86 റൺസുമായി അയാൾ വീണു. ബൗണ്ടറി ലൈനിനെ മുട്ടിയുരുമി അയാളുടെ ക്യാച്ചെടുത്തയാളുടെ പേര് ഹോപ്പ് എന്നായത് യാദൃശ്ചികമായിരിക്കാം. ഗാലറിക്കൊപ്പം വിധികർത്താക്കളും തനിക്കെതിരെയാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ പ്രതിഷേധ മുദ്രകൾ ഉയർത്തിയാണ് തിരിച്ചു നടന്നത്. ആ പ്രതിഷേധത്തിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. ആ പുറത്താകലിൽ അനീതിയുണ്ടെന്ന തിരിച്ചറിവിൽ ഒരുപാട് പേർ അയാൾക്കൊപ്പം അണിനിരക്കുന്നു. കേവലം മലയാളികളുടെ വികാരത്തിനും പിന്തുണക്കുമപ്പുറം രാജ്യമൊന്നാകെ അറിയപ്പെടുന്ന ഐക്കണായി അയാൾ ഇതിനോടകം വളർന്നിട്ടുണ്ട്. സഞ്ജുവിനെ എന്നെന്നും ഓർമ്മിക്കാനുള്ള ഒരു സീസണാണിതെന്നും ഉയർന്ന നിലവാരത്തിലുള്ള കൺസിസ്റ്റൻസിക്ക് കൈയടിക്കുന്നുവെന്നുമാണ് ഇർഫാൻ പത്താൻ ട്വീറ്റ് ചെയ്തത്. സഞ്ജുവിൻ്റെ കണ്ണുകളിൽ എരിയുന്ന വിജയദാഹം ടീമിനാകെയും പ്രചോദനം നൽകുന്നുവെന്നാണ് രാജസ്ഥാൻ റോയൽസ് കുറിച്ചത്. 2021 IPLലെ ഗ്ലാമർ പോസ്റ്റുകളിലൊന്നായ രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജുവിനെ ഏൽപ്പിക്കുമ്പോൾ നെറ്റി ചുളിച്ചവർ ഏറെയുണ്ടായിരുന്നു. അന്ന് സ്റ്റീവ് സ്മിത്തിനെ മറികടന്നാണ് സഞ്ജു ക്യാപ്റ്റനായതെങ്കിൽ ഇന്ന് 2020 ലോക കിരീടം ഇംഗ്ലണ്ടിലെത്തിച്ച ജോസ് ബട്ട്ലറും വരാനിരിക്കുന്ന ലോകകപ്പിൽ വിൻഡീസിനെ നയിക്കുന്ന റോമാൻ പവലും അയാളുടെ ക്യാപ്റ്റൻസിയിൽ കളിക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും അയാളുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ഫീൽഡിലും ക്രീസിലും വിക്കറ്റിന് പിന്നിലും ഒരുപോലെ അയാൾ തിളങ്ങുന്നു.